അവളുടെ കർമ്മം ഒടുങ്ങിക്കാണും. അയ്യോ, വസന്തസേന മരിച്ചു. നാം പറഞ്ഞില്ലേ അവളുടെ കർമ്മം അവസാനിച്ചു കാണും. എന്തു വേണമെങ്കിലും വിളിച്ചുകൊള്ളൂ. എനിക്ക് നിങ്ങളെ ചീത്ത വിളിക്കുന്നുണ്ട്. വിളിച്ചുകൊള്ളൂ. ചാണ്ടില്ല. ഒന്ന് പോളൂ. ആര്യ. സഖി. അയ്യോ, വസന്തസേന മരിച്ചു. അയ്യോ, എന്റെ ചക്കരെ, എന്റെ പുണ്ണാരെ. അയ്യോ, അയ്യോ, എനിക്ക് എന്താ പറ്റിയ? ആര്യ, വസന്തസേനെ ഒന്ന് നോക്കിക്കൊള്ളൂ. ഞാൻ അവളുടെ അമ്മയെ വിളിച്ചിട്ട് വരാം. സഖി പോയിക്കോളൂ. ഞാനിവളെ ഒരു അമ്മയെ പോലെ നോക്കിക്കൊള്ളാം. ഇതാണ് സമയം. ഈ സാധു കർത്തവ്യമൂഢനാണ്. വിജ്ഞാനത്തിന്റെ മഹത്വം ഇവൻ അറിയണം. പഠിപ്പിൽ ശ്രദ്ധയുണ്ടാവാൻ നമ്മുടെ യോഗവിദ്യാ പാഠവും ഇവൻ മനസ്സിലാക്കും. ഈ വേശ്യയുടെ ശരീരത്തിൽ നമ്മുടെ ആത്മാവിനെ പ്രവേശിപ്പിക്കുക തന്നെ. വസന്തസേനക്ക് ജീവൻ തിരിച്ചു കിട്ടി. ചക്കരെ, ഞാനിതാ നിൽക്കുന്നു. ദൈവമേ, ഇതിനേക്കാളും ഭേദം എന്റെ ഗുരു തന്നെയാണല്ലോ. ഗുരു, ഗുരു. അയ്യോ, അയ്യോ, എന്റെ ഗുരു മരിച്ചല്ലോ. മഹാപണ്ഡിതനായ അങ്ങ് മരിച്ചു പോയല്ലോ. അയ്യോ, ഇത്രേ അറിവുള്ളവരായിട്ടും അങ്ങ് ചത്തായല്ലോ. അയ്യോ. കാണിച്ചത് മറ്റൊരു വസന്തസേനയുടെ ജീവനായിരുന്നു എടുക്കേണ്ടിയിരുന്നത്. അവരുടെ ശരീരം ദഹിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പ്രാണൻ തിരിച്ചു നൽകാം. ഇവളിപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഓ, മനസ്സിലായി. ഈ യോഗിയുടെ ശരീരം ഇതാ ഇവിടെ കിടക്കുന്നു. അദ്ദേഹത്തിന്റെ ആത്മാവ് ഇവരുടെ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ശരിയാക്കാം, എല്ലാം ശരിയാക്കാം. ഇവരുടെ ആത്മാവിനെ ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിക്ഷേപിക്കാം. അങ്ങനെ എല്ലാം ശരിയാകും. സഖി, എന്റെ ഗുരുവിനൊന്നും കാഷ്ട ഭാഗ്യഹീനം പെട്ടെന്നൊന്നും മരിക്കൂല. സഖി, ഇതെന്താ കമണ്ടൽ പിടിക്കേണ്ട കയ്യിൽ വളയിട്ട പോലെ? ഇന്നിന്ദിര കോകിലങ്ങൾ ഇനിയ ഗീതം പാടി വണ്ടിണ്ടകൾ പരിഭവം പറഞ്ഞു. കാമനൂടർന്നല്ലോ വരബാണങ്ങളാലെ, കാമനൂടർന്നല്ലോ വരബാണങ്ങളാലെ മുനിമാനസങ്ങളും മയങ്ങിയല്ലോ. അയ്യേ, സഖി, അയ്യേ. അമ്മേ, വസന്തസേന എവിടെ? എവിടെ? എന്റെ പൊന്നുമോൾ എവിടെ? ദാ അവിടെ. മോളെ, വസന്തസേന. എന്റെ കുട്ടിക്ക് എന്ത് പറ്റി? വിഷം നന്നായി ഏറ്റിട്ടുണ്ടെന്നാ തോന്നുന്നെങ്കിൽ വേഗം പോയി വൈദ്യരെ വിളിച്ചിട്ട് വരൂ. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. മോളെ, എന്റെ കുട്ടിക്ക് എന്ത് പറ്റി? സഖി, അയ്യേ, അയ്യേ, സഖി, സഖി, സഖി. ഇതെന്താ വേശ്യോ അതോ വേശ്യ സന്യാസിയോ? മോളെ, വസന്തസേന, എന്റെ കുട്ടിക്ക് എന്ത് പറ്റി? അമ്മേ, ഞാനിവിടെ തന്നെയുണ്ട്. അയ്യേ, എവിടെ? അയ്യേ. ഛെ, താനാണ് കാണിക്കുന്നെ. ഒന്നാൾ കാണാനല്ലോ. വൈദ്യം വന്നു. എവിടെ? വസന്തസേന എവിടെ? ഇതാണോ? അയ്യേ, ദാ അവിടെ. അയ്യോ, സർപ്പം കൊത്തിയതല്ലേ ഇവളെ? പിന്നെ ഭൂതാവേശം, ഭീകരമായ ഭൂതാവേശം. അതായത് പ്രാന്ത്. അയ്യോ, ഈ വൈദ്യനോടാ കളി.
മുനി വൈദ്യ? ശാസ്ത്രത്തിൽ പറയുന്നത് വാദം, പിത്തം, കഫം. പിന്നെ പിന്നെ എവിടെ എന്റെ ഗ്രന്ഥം? എവിടെ എന്റെ ഗ്രന്ഥം? എന്റെ ഗ്രന്ഥം എവിടെ? തന്നെ കുന്തം. കുന്തല്ല, ഗ്രന്ഥം. പോയി നോക്കണോ? എന്റെ ഗ്രന്ഥം എവിടെ? ആ നിക്കണ അവിടെ ചങ്ങാതി ഉണ്ടല്ലോ, സാക്ഷാൽ ഗ്രന്ഥപ്പുരയാ. ഓ. ആ ഇരിക്കവിടെ. പഠിച്ചുകൊള്ളൂ. വിഷവേഗ 7 തരം. എന്തെന്നാൽ രോമാഞ്ചം കൊള്ളുക, മുഖം വരളുക, മഞ്ഞളിക്കുക, ശ്വാസം നിലയ്ക്കുക, ഇക്കിളിയിടുക, വിറയ്ക്കുക, മോഹാലസ്യപ്പെടുക. ഇനി സംശയം വല്ലതും? ഒരു സംശയവും ഇല്ല. എന്റെ ഗ്രന്ഥം. ഒന്നങ്ങ് മാറും, ഞാൻ പോയിക്കോട്ടെ. ഇവർക്ക് ഭ്രാന്താണ്. ചിലരെ ജനിക്കും മുമ്പേ, മറ്റു ചിലരാകട്ടെ ജ്വരം കൊണ്ട്, ചിലരെ വയറുവേദന കൊണ്ട്. ഇന്നത്തെ കർത്തവ്യമെല്ലാം ഭംഗിയായി നിർവഹിച്ചു. ഒരു കാര്യം കൂടി ബാക്കിയുണ്ട്. സ്വാമി, അങ്ങ് വസന്തസേനയുടെ ശരീരം ഉപേക്ഷിക്കണം. അങ്ങനെ തന്നെ യമധർമ്മൻ പറയുന്നത് അനുസരിക്കാതെ വഴിയില്ലല്ലോ. ഓ, സമാധാനമായി. ഇനി യോഗിയുടെ ശരീരത്തിൽ നിന്നും വസന്തസേനയുടെ ആത്മാവിനെ തിരിച്ചെടുക്കാം. ശാണ്ഡില്യ, ദേ എന്റെ കുരുവായി. ഹായ്, ദേ വസന്തസേന. ദേ എന്റെ മോൾക്ക് ജീവൻ തിരിച്ചു കിട്ടി. ആദ്യേ മോളെ. അമ്മേ, സഖി വരൂ മോളെ. ഇന്നിന്ദിര കോകിലങ്ങൾ ഇനിയ ഗീതം പാടി, വണ്ടിണ്ടകൾ പരിഭവം പറഞ്ഞു. ശാണ്ഡില്യ, ഗുരു, ഇവിടെ എന്താണ് സംഭവിച്ചത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കി തരാം. യോഗവിദ്യാ പാഠവുമാണ് നാം ഇവിടെ കാണിച്ചത്. നിന്നെ പഠിപ്പിക്കുവാനാണ് നാം ഇതെല്ലാം ചെയ്തത്. ഗുരു, എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു. ഗുരു, ഞാൻ പോവുകയാണ്. ഇനിയുള്ള പാഠങ്ങൾ ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചുകൊള്ളാം. ശാണ്ഡില്യ, വരൂ, പഠിക്കാനിരിക്കൂ. ശാണ്ഡില്യ, നീ എവിടെയാണ്? ഇരുട്ടിലോ അതോ അജ്ഞതയുടെ ബന്ധനത്തിലോ? കണ്ടില്ലേ പണമെടുക്കാനുള്ള തിരക്ക്? എന്തിന് ക്യൂ നിൽക്കുന്നു SPT ATM കൗണ്ടർ ഉള്ളപ്പോൾ? അതെ, SPT ATM കൗണ്ടർ. വേഗത്തിൽ ഏത് സമയത്തും ഏത് ദിവസവും തുക പിൻവലിക്കുവാനുള്ള സൗകര്യം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. നിങ്ങളുടെ പേരും കാർഡ് നമ്പറും അടങ്ങിയ കാർഡാണ്. കൗണ്ടറിൽ പ്രവേശിക്കാനായി ഈ കാർഡ് കൗണ്ടർ വാതിലിന്റെ വലതുവശത്തായി കാണുന്ന സ്ലോട്ടിൽ നിക്ഷേപിച്ച് തിരിച്ചെടുക്കണം. ഉടൻ ഒരു പച്ച ലൈറ്റ് തെളിയും. നിങ്ങൾക്ക് വാതിൽ തുറക്കാമെന്നർത്ഥം. ATM കാർഡ് തെറ്റായ രീതിയിൽ ഇൻസേർട്ട് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അകത്ത് കയറി കമ്പ്യൂട്ടറിന്റെ മുൻപിൽ വലതുവശത്തുള്ള സ്ലോട്ടിന് സമീപം ഇൻസേർട്ട് ഹിയർ എന്ന് കാണിച്ചിട്ടുണ്ട്. അതിൽ ഈ കാണിക്കുന്ന പ്രകാരം കാർഡ് നിക്ഷേപിക്കുക. 2 സെക്കൻഡ് കഴിഞ്ഞ് കാർഡ് തിരിച്ചെടുക്കുക. ഉടനെ സ്ക്രീനിൽ പല സൂചികകൾ തെളിയും. അതിൽ ബാങ്കിംഗ് എന്ന സൂചികയിൽ തൊടുക. അതോടൊപ്പം ഏത് ഭാഷ വേണം എന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്ക്രീൻ തെളിയും. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി
എന്നീ ഭാഷകൾ അതിലുണ്ടായിരിക്കും. അതിൽ നിന്നും നിങ്ങൾക്ക് വേണ്ട ഭാഷ തിരഞ്ഞെടുക്കുക. ഉടനെ പിൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സ്ക്രീൻ തെളിയും. അവിടെ നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് തന്നിട്ടുള്ള നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന രഹസ്യ നമ്പർ ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഇടപാട് ഏതെന്ന് തീരുമാനിക്കുക എന്ന സ്ക്രീൻ തെളിയും. ബാലൻസ് അറിയണമെങ്കിൽ മാത്രം ബാലൻസ് പരിശോധന എന്ന സൂചികയിൽ തൊടുക. സ്ക്രീനിൽ സേവിങ്സ് അക്കൗണ്ട്, കറന്റ് അക്കൗണ്ട് എന്നീ സൂചികകൾ തെളിയും. അതിൽ നിന്നും നിങ്ങളുടെ അക്കൗണ്ട് തിരഞ്ഞെടുക്കുക. സ്ക്രീനിൽ താങ്കൾ ഇപ്പോൾ നടത്തിയ ഇടപാടിന്റെ രസീത് ആവശ്യമാണോ എന്ന ചോദ്യം കാണിക്കും. അതെ എന്നെഴുതിയിരിക്കുന്നിടത്ത് തൊടുക. ഉടനെ വലതുവശത്തുള്ള സ്ലോട്ടിലൂടെ രസീത് വരും. അതെടുത്ത് നിങ്ങളുടെ ബാലൻസ് മനസ്സിലാക്കുക. ഇനി തുക എടുക്കുവാനായി ഒരിക്കൽ കൂടി നേരത്തെ കാണിച്ച പ്രകാരം കാർഡ് സ്ലോട്ടിൽ നിക്ഷേപിച്ച് 2 സെക്കൻഡ് കഴിഞ്ഞ് തിരിച്ചെടുക്കുക. ഉടനെ സ്ക്രീനിൽ പല സൂചികകൾ തെളിയും. അതിൽ ബാങ്കിംഗ് എന്ന സൂചികയിൽ തൊടുക. വീണ്ടും ഏത് ഭാഷ വേണമെന്ന ചോദ്യം സ്ക്രീനിൽ തെളിയും. അതിൽ നിന്ന് നിങ്ങളുടെ ഭാഷ തിരഞ്ഞെടുക്കുക. പിൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സ്ക്രീൻ തെളിയും. അതിൽ നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന രഹസ്യ പിൻ നമ്പർ ടൈപ്പ് ചെയ്യുക. സ്ക്രീനിൽ സേവിങ്സ് അക്കൗണ്ട്, കറന്റ് അക്കൗണ്ട് എന്നീ സൂചികകൾ തെളിയും. അതിൽ നിന്നും നിങ്ങളുടെ അക്കൗണ്ട് തിരഞ്ഞെടുക്കുക. അത് കഴിഞ്ഞ് ഇടപാട് ഏതെന്ന് തീരുമാനിക്കുക എന്ന സ്ക്രീൻ തെളിയും. അതിൽ തുക പിൻവലിക്കൽ എന്ന സൂചികയിൽ തൊടുക. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ പിൻവലിക്കാൻ ആഗ്രഹിക്കുന്ന തുക എത്രയാണെന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് അതെ എന്ന് കാണിച്ചിരിക്കുന്ന സൂചികയിൽ തൊടുക. ഏതാനും നിമിഷങ്ങൾക്കകം നിങ്ങളുടെ പണം താഴെയുള്ള സ്ലോട്ടിലൂടെ വരും. അതോടൊപ്പം തന്നെ ഒരു ബീപ്പ് ശബ്ദവും ഉണ്ടാകും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പണം ഈ സ്ലോട്ടിൽ നിന്നും കൈപ്പറ്റാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഇങ്ങനെ വരുന്ന പണം 30 സെക്കൻഡുകൾ മാത്രമേ സ്ലോട്ടിൽ നിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ അത് തിരികെ പോകും. അതുകൊണ്ട് വന്ന ഉടനെ തന്നെ കൈപ്പറ്റുക. അതുപോലെ തന്നെ ഒരു ദിവസം നിങ്ങൾക്ക് ATM-ലൂടെ പരമാവധി പിൻവലിക്കാൻ കഴിയുന്ന തുക 15,000 രൂപയായി നിയന്ത്രിച്ചിരിക്കുന്നു. വലതുവശത്തുള്ള സ്ലോട്ടിൽ താങ്കൾ നടത്തിയ പണമിടപാടിന്റെ രസീത് വരും. അത് കൈപ്പറ്റി സൂക്ഷിക്കുക. ഒരിക്കൽ കൂടി നേരത്തെ കാണിച്ച പ്രകാരം കാർഡ് സ്ലോട്ടിൽ നിക്ഷേപിച്ച് 2 സെക്കൻഡ് കഴിഞ്ഞ് തിരിച്ചെടുക്കുക. ഉടനെ സ്ക്രീനിൽ പല സൂചികകൾ തെളിയും. അതിൽ ബാങ്കിംഗ് എന്ന സൂചികയിൽ തൊടുക. വീണ്ടും ഏത് ഭാഷ വേണമെന്ന ചോദ്യം സ്ക്രീനിൽ തെളിയും. അതിൽ നിന്ന് നിങ്ങളുടെ ഭാഷ തിരഞ്ഞെടുക്കുക. പിൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സ്ക്രീൻ തെളിയും. അതിൽ നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന രഹസ്യ പിൻ നമ്പർ ടൈപ്പ് ചെയ്യുക. സ്ക്രീനിൽ സേവിങ്സ് അക്കൗണ്ട്, കറന്റ് അക്കൗണ്ട് എന്നീ സൂചികകൾ തെളിയും. അതിൽ നിന്നും നിങ്ങളുടെ അക്കൗണ്ട് തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിന് പകരമായി സൂക്ഷിക്കാവുന്ന മിനി സ്റ്റേറ്റ്മെന്റ് ലഭിക്കാനായി ഇടപാട് ഏതാണെന്ന് തീരുമാനിക്കുക എന്ന സ്ക്രീനിൽ നിന്ന് മിനി സ്റ്റേറ്റ്മെന്റ് എന്ന സൂചികയിൽ തൊടുക. വലതുവശത്തുള്ള സ്ലോട്ടിലൂടെ വരുന്ന മിനി സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ നടത്തിയ ബാങ്ക് ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിരിക്കും. അത് കൈപ്പറ്റി സൂക്ഷിക്കുക. താങ്കളുടെ ഇടപാട് നടത്തിയ ശേഷം പുറത്തിറങ്ങാനായി വാതിലിനടുത്തുള്ള സ്വിച്ച് അമർത്തുക. സ്വിച്ച് അമർത്തിയാൽ മാത്രമേ വാതിൽ തുറക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്തെളുപ്പമാണ് SBT ATM സംവിധാനത്തിലൂടെ പണം പിൻവലിക്കുക എന്നതെന്ന്.